നമസ്കാരം, ഏവർക്കും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. SCERT സോഷ്യൽ സയൻസ് 7th സ്റ്റാൻഡേർഡ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡ് ചാപ്റ്റർ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഈ ചാപ്റ്ററിന്റെ കണ്ടന്റ് ആണ് ഇന്നീ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. SCERTയുടെ മറ്റ് ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആ ക്ലാസ് കാണാത്തവർ അതും കാണാൻ ശ്രമിക്കുക. ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കറുത്ത പൊന്നിനുമുണ്ടൊരു കഥ പറയാൻ എന്ന് കുരുമുളകിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. കുരുമുളകിനെ കുറിച്ച് ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് പറയാം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന സുഗന്ധ വിളയാണ് കുരുമുളക്. 2 പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന സുഗന്ധ വിളയാണ് കുരുമുളക്. നമ്മുടെ നാട്ടിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. ഇത്തരം വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്കേ കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചത്. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. വ്യത്യസ്തമായ വേഷവും ഭാഷയുമുള്ള കുറച്ചു പേരായിരുന്നു കപ്പലിൽ. പോർച്ചുഗീസുകാരിൽ നിന്ന് കച്ചവടത്തിനായി എത്തിയ വാസ്കോഡ ഗാമയും സംഘവുമായിരുന്നു അത്. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയിരുന്നില്ല. അതിനാൽ അദ്ദേഹം കണ്ണൂരിലെത്തി. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. വാസ്കോഡ ഗാമയെ തുടർന്ന് അൽമേഡ, ആൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായി ഇവിടെ എത്തി. ഗോവ, ദാമൻ ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇവരെ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വച്ചൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അച്ചടിയന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമാണ്. ഇവിടെ നിന്നും സെലക്ട് ചെയ്ത പോയിന്റ്സ് ഒന്നുകൂടി പറയാം. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി 3 കപ്പലുകളിലായി എത്തിയ വാസ്കോഡ ഗാമി സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തിയ വർഷം 1498 മെയ് മാസം. നോട്ട് ചെയ്യുക. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി 3 കപ്പലുകളിലായി എത്തിയ വാസ്കോഡ ഗാമി സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തിയ വർഷം 1498 മെയ് മാസം. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയ കാലയളവിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി കച്ചവട സൗകര്യങ്ങൾ നൽകാത്തതിനാൽ വാസ്കോഡ ഗാമ കച്ചവടത്തിനായി എത്തിയ സ്ഥലമാണ് കണ്ണൂർ. സാമൂതിരി കച്ചവട സൗകര്യങ്ങൾ നൽകാത്തതിനാൽ വാസ്കോഡ ഗാമ കച്ചവടത്തിനായി എത്തിയ സ്ഥലം കണ്ണൂർ. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. വാസ്കോഡ ഗാമയെ തുടർന്ന് ഇന്ത്യയിൽ വാണിജ്യത്തിനായി എത്തിയ പോർച്ചുഗീസുകാരാണ് അൽമേഡ, ആൽബുക്കർക്ക്. നോട്ട് ചെയ്യുക. വാസ്കോഡ ഗാമയെ തുടർന്ന് ഇന്ത്യയിൽ വാണിജ്യത്തിനായി എത്തിയ പോർച്ചുഗീസുകാർ അൽമേഡ, ആൽബുക്കർക്ക് എന്നിവരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ ദിയു. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. നോട്ട് ചെയ്യുക. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂര്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കണ്ണൂര്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത് പറങ്കികൾ എന്നാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാർഷിക വിളകളാണ് പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വച്ചൽമുളക്, കശുവണ്ടി, പുകയില. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലിമരയ്ക്കാറായിരുന്നു. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർ. അച്ചടിയന്ത്രം പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ.
അച്ചടിയന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ടുനാടകം പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാർ. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരയ്ക്കാർ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാണ് കുഞ്ഞാലി മരയ്ക്കാർ. നോട്ട് ചെയ്യുക, സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനാണ് കുഞ്ഞാലി മരയ്ക്കാർ. ഡച്ചുകാർ. കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ചുകാരനായ വാൻ റീഡ് ആണ്. ഡച്ച് ഗവർണറായിരുന്നു ഇദ്ദേഹം. മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം പ്രഖ്യാപിച്ചു. 1741 കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഇതോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. ഡച്ചുകാരെ ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നു. അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ്: കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയതായിരുന്നു ഡച്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരാണ്. ഡച്ചുകാരെ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ലന്തക്കാർ. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചി, കൊല്ലം. നോട്ട് ചെയ്യുക, ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി, കൊല്ലം. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യത്തെ പറ്റി പരാമർശിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ വാൻ റീഡ്. നോട്ട് ചെയ്യുക, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണറാണ് വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. കുളച്ചൽ യുദ്ധം നടന്നത് 1741. തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിന്റെ കാരണം കച്ചവടം സംബന്ധിച്ച തർക്കമായിരുന്നു. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ ഇടയാക്കിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. നോട്ട് ചെയ്യുക, ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ ഇടയാക്കിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. വർഷം 1741. നെക്സ്റ്റ്, ഇംഗ്ലീഷുകാരുടെ വരവ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600-ൽ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തായിരുന്നു. മദ്രാസ്, കൊൽക്കത്ത, ബോംബെ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600. ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്താണ്. നോട്ട് ചെയ്യുക, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്ത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച മറ്റു സ്ഥലങ്ങളാണ് മദ്രാസ്, കൊൽക്കത്ത, ബോംബെ. വാണിജ്യാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലമാണ് ബംഗാൾ. നോട്ട് ചെയ്യുക, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലം ബംഗാൾ. ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങൾ. 1664-ൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയായിരുന്നു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം നോട്ട് ചെയ്യുക, 1664. ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പോണ്ടിച്ചേരിയിലാണ്. നെക്സ്റ്റ്, യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലെ പരാജയപ്പെട്ടു. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായി മത്സരം. ഇവർ തമ്മിൽ നടത്തിയ മത്സരത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. കച്ചവട ആധിപത്യത്തിന് വേണ്ടി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. നോട്ട് ചെയ്യുക, കച്ചവട ആധിപത്യത്തിന് വേണ്ടി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശമായിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിച്ചത്.
കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. കർണാട്ടിക് യുദ്ധം നടന്ന സ്ഥലമാണ് തമിഴ്നാട്. നെക്സ്റ്റ്, വാണിജ്യ ആധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം അധികാരം നേടുക എന്നതായിരുന്നു. ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായി അധികാരം നേടിയത്. കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ കമ്പനിയുടെ കീഴിലായി. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. പ്ലാസി യുദ്ധം നടന്നത് ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച സിറാജുദ്ദൗളയുടെ സൈന്യാധിപനാണ് മിർ ജാഫർ. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച സിറാജുദ്ദൗളയുടെ സൈന്യാധിപനാണ് മിർ ജാഫർ റോബർട്ട് ക്ലൈവുമായി ഉണ്ടാക്കിയ രഹസ്യ ധാരണയിലൂടെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. മിർ ജാഫർ റോബർട്ട് ക്ലൈവുമായി ഉണ്ടാക്കിയ രഹസ്യ ധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് യുദ്ധം നടന്നത്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച സിറാജ് ഉദ്ദൗളയുടെ സൈന്യാധിപനാണ് മിർ ജാഫർ. ബക്സാർ യുദ്ധം 1764. ബക്സാർ യുദ്ധം നടന്നത് ഷാ ആലം രണ്ടാമൻ, ഷുജാ ഉദ്ദൗള, മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യവും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ഷാ ആലം രണ്ടാമൻ, ഷുജാ ഉദ്ദൗള, മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യവും ബ്രിട്ടീഷുകാരും നടന്ന യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു. ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാകാൻ കാരണമായ യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാകാൻ കാരണമായ യുദ്ധം ബക്സാർ യുദ്ധം. നെക്സ്റ്റ്, മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു പ്രദേശം. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായി. മൈസൂറിന്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് മൈസൂർ യുദ്ധം. മൈസൂർ യുദ്ധം. മൈസൂർ പ്രബല ശക്തിയാകുന്നതിൽ നേതൃത്വം വഹിച്ചത് ഹൈദരാലി ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ പിതാവാണ് ഹൈദരാലി. മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് മൈസൂർ സുൽത്താൻമാരുടെ ആധിപത്യം, മലബാറിൽ വ്യാപിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് സൃഷ്ടിച്ച തടസ്സമാണ്, ഫ്രഞ്ചുകാരുമായി ടിപ്പുവിനുണ്ടായിരുന്ന സൗഹൃദം. ഇവയൊക്കെയാണ് മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. മൈസൂർ യുദ്ധങ്ങളുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കീഴിലായ പ്രദേശങ്ങളാണ് മലബാർ, കൂർഗ്. മൈസൂർ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ പ്രദേശങ്ങൾ മലബാർ, കൂർഗ്. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന യുദ്ധങ്ങളാണ് നാല് മൈസൂർ യുദ്ധങ്ങളാണ് നടന്നത്. ടിപ്പു സുൽത്താന്റെ മരണത്തിന് ഇടയാക്കിയ യുദ്ധമാണ് 4ാം മൈസൂർ യുദ്ധം. 4ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരണം വരിക്കുന്നു. ശ്രീരംഗപട്ടണം ഉടമ്പടി. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണത്ത് വെച്ച് നടന്ന ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണത്ത് വെച്ച് നടന്ന ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. പറയുന്നു മറാത്ത യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധമാണ് മറാത്ത യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധമാണ് മറാത്ത യുദ്ധങ്ങൾ. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചതാണ് മറാത്ത പ്രദേശങ്ങൾ ആക്രമിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. സിന്ധ്, പഞ്ചാബ്, ഔധ് എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ കീഴടക്കി. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചതാണ് മറാത്ത പ്രദേശങ്ങൾ ആക്രമിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. സിന്ധ്, പഞ്ചാബ്, ഔധ് എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ കീഴടക്കി.
നെക്സ്റ്റ് പറയുന്നു സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. നോട്ട് ചെയ്യുക, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുരക്ഷ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയിരുന്നത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. നെക്സ്റ്റ് ദത്തവകാശ നിരോധന നിയമം. പുരുഷ അനന്തരാവകാശികൾ ഇല്ലാതെ ഒരു രാജാവ് മരണപ്പെട്ടാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കാൻ വ്യവസ്ഥയുണ്ടായിരുന്ന നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. പുരുഷ അനന്തരാവകാശികൾ ഇല്ലാതെ ഒരു രാജാവ് മരണപ്പെട്ടാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കാൻ വ്യവസ്ഥയുണ്ടായിരുന്ന നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. നോട്ട് ചെയ്യുക, ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. 1757 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായി. ബ്രിട്ടീഷ് അധീനതയിൽ വന്ന പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണം നടപ്പിലാക്കി. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒന്നുകൂടി പറയുന്നു. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി 3 കപ്പലുകളിലായി എത്തിയ വാസ്കോഡ ഗാമി സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്തെത്തിയ വർഷം 1498. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിച്ചേർന്ന കാലയളവിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി. അൽമേഡ, അൽബുക്കർക്ക് എന്നിവരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. നെക്സ്റ്റ് പറയുന്നു തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന പേരാണ് പറങ്കികൾ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാർഷിക വിളകളാണ് പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. അച്ചടിയന്ത്രം പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ കുഞ്ഞാലിമരയ്ക്കാറായിരുന്നു. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി, കൊല്ലം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണറാണ് അഡ്മിറൽ വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതൻ. നെക്സ്റ്റ് പറഞ്ഞു കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1664. ഫ്രഞ്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം സ്ഥിതി ചെയ്തത് പോണ്ടിച്ചേരിയിലായിരുന്നു. നെക്സ്റ്റ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെടുന്ന കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. കച്ചവട ആധിപത്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. കർണാട്ടിക് യുദ്ധം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരുമാണ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രമാണ് ഗുജറാത്തിലെ സൂററ്റ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച മറ്റു സ്ഥലങ്ങളാണ് മദ്രാസ്, കൊൽക്കത്ത, ബോംബെ. നെക്സ്റ്റ് പറയുന്നു പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. നെക്സ്റ്റ് ബക്സാർ യുദ്ധം നടന്ന വർഷം 1764. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ. 4 മൈസൂർ യുദ്ധങ്ങളാണ് നടന്നത്. ടിപ്പു സുൽത്താന്റെ മരണത്തിനിടയാക്കിയ യുദ്ധമാണ് 4ാം മൈസൂർ യുദ്ധം. ശ്രീരംഗപട്ടണം സന്ധി പറഞ്ഞു. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണത്ത് വെച്ച് നടന്ന ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധമാണ് മറാത്ത യുദ്ധങ്ങൾ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. നെക്സ്റ്റ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു.
ഇത്രയും കണ്ടന്റാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.